ഹലോ, ഗുഡ് ഈവനിങ് ടു ആൾ. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം 40 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാറിയോ, ക്ലാസ്സിൻ്റെ റെക്കോർഡ് കിട്ടുമെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് വരാൻ നോക്കുക കേട്ടോ. കാരണം അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നമുക്ക് റെക്കോർഡിൽ കിട്ടില്ല. അപ്പോൾ ഇത് നമുക്കൊരു ഡിസ്കഷൻ മോഡലിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലൈവ്. ഏതെങ്കിലും കാരണവശാൽ മിസ്സായാൽ മാത്രം നിങ്ങൾ ഓക്കെ. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ക്യൂട്ടിയുടെ 2ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലിയർ ആണല്ലോ അല്ലേ വോയിസ്? ഓക്കെ ഓക്കെ. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയണേ. നമ്മളിന്ന് 2ാമത്തെ മൊഡ്യൂള് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഈ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എൻ്റെ ഒരു നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക കുറച്ചധികം നമുക്കതിൽ നമ്മുടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ാണ് ഫസ്റ്റ് മൊഡ്യൂള്. അത് നമ്മൾ ഇന്നലെ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ നോക്കുക. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ ചോദിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്, കോറിലേഷൻ റിഗ്രഷൻ. ഇതിൽ കോറിലേഷൻ എന്നുള്ള പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയയാണ് കോറിലേഷൻ. 100% ഷുവർ ആണ് കോറിലേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു എസ്സേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 5 മാർക്കിനും ചോദിക്കാം. അതുപോലെ തന്നെ 2 മാർക്കിനും തിയറി ചോദിക്കാറുണ്ട്. അപ്പോൾ തിയറി കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ, പക്ഷെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പ്രോബ്ലം നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചാൽ പാസ്സാവുള്ളത് ഈ 2 മൊഡ്യൂളിൽ നിന്ന് കിട്ടും. പാസ്സാവുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. എസ്സേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഓർക്കുന്നുണ്ട് 2 എസ്സേ ചോദിച്ചിട്ടുണ്ട്. കോറിലേഷൻ മാത്രം 2 എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളത് നോക്കുക. സ്ക്രീൻ ഓക്കെ അല്ലേ? ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താണ്. സോറി, സ്ക്രീനിൽ എൻ്റെ വോയിസ് ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, ഒന്ന് ടൈപ്പ്. ഓക്കെ, റെഡി. റെഡി. ഓക്കെ, യെസ്. എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 ആള് ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ നമ്മുടെ ക്ലാസ്സിൽ 75ഓളം പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷം. കാരണം അത്രയും കുട്ടികൾക്ക് ഇത് താല്പര്യമുണ്ട് എന്നതിൽ. ഇനി തീർച്ചയായിട്ടും നമ്മൾ ഇതോടുകൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി വന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രോബ്ലം പാർട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വന്നിട്ട് അതായിട്ട് കാര്യമില്ല. ഇനിയും എന്തായാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു 100 രൂപയും കൊടുത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് മാത്രം ഒരു കാര്യമില്ല. കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഇന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് 1-2 പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ തരും. അത് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. അതിൻ്റെ ആൻസർ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. കറക്റ്റ് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തിനൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഇനിവേ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വോയിസ് ആയിട്ട് പറയണം കേട്ടോ. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത് എനിക്ക് കാണൂല. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് മൊഡ്യൂള് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ 2 ഹെഡിങ് ആണ് കേട്ടോ, അല്ലെ 2 ഭാഗമാണ് ഇതിൽ വരുന്നത്. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ സ്ക്രീനും വോയിസും ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. 1-2 പേര് ക്ലിയർ ആണോ? കേട്ടോ. ഓക്കെ, റെഡി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ വാട്ട് ഈസ് കോറിലേഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഡിഫറൻസാണ് പറയുന്നത് കേട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കോറിലേഷൻ എന്നും എന്താണ് റിഗ്രഷൻ എന്നും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ എഴുതി വെച്ചോളി.
100% ഷുവർ ആണ് 5 മാർക്കിന് തിയറി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ? നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഈ തിയറി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യണേ. ആദ്യമായിട്ട് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. കോറിലേഷനും റിഗ്രഷനും രണ്ടും സെയിം ആണ്. രണ്ടിലും പറയുന്നത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നോക്കുക. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. കോറിലേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് എഴുതാം, റിഗ്രഷൻ ചോദിച്ചാലും അത് എഴുതാം. പിന്നെ എവിടെയാണ് മാറ്റം? രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ ഉദാഹരണ സഹിതം പറയുകയാണെ. അപ്പൊ നമുക്കറിയാം പ്രൈസ് ഡിമാൻഡ്, നമ്മൾ എപ്പോഴും പറയാം. ഇപ്പോ തക്കാളിക്ക് അല്ലെ, ഒരു നാട് ഉദാഹരണം പറയണം. തക്കാളിക്ക് കിലോ 2 രൂപ നായി. എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എല്ലാവരും കൂടി തക്കാളി വാങ്ങും. ഫുള്ള് തക്കാളി കറി, തക്കാളി ചോറ്, തക്കാളി കൂട്ടാൻ, തക്കാളി ചമ്മന്തി, എല്ലാം തക്കാളി കരം, ജ്യൂസ് അടക്കം തക്കാളി ആയിരിക്കും. അപ്പൊ എന്താ, പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി. ഈ സെയിം തക്കാളിക്ക് 200 രൂപ, കിലോക്ക് 200 രൂപ എന്നാണ്. ഒരാളും തക്കാളി വാങ്ങൂല വീട്ടില്. ഇനി എന്തെന്നെ ഫംഗ്ഷൻ വന്നാലും തക്കാളി എന്നുള്ള സാധനം നമ്മൾ ഉപയോഗിക്കൂല. അപ്പൊ എന്താ, പ്രൈസ് കൂടി, ഡിമാൻഡ് കുറഞ്ഞു അല്ലെ? ഈ പ്രൈസ് ഡിമാൻഡ് എന്നുള്ളത് രണ്ട് വേരിയബിൾ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും, അങ്ങനെ അങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ രണ്ട് വേരിയബിൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ടിലധികം വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് റിഗ്രഷനും. പിന്നെ എവിടെയാണ് മാറ്റം? ഒരു ഉദാഹരണം പറയുകയാണെ, അവനും അവളും ഇഷ്ടത്തിലാണ്. ഇതൊരു റിലേഷൻ ആണല്ലേ, രണ്ടാളുകൾ തമ്മിലുള്ള ഇഷ്ടം. അല്ലെ അവനും അവളും തമ്മിൽ വെറുപ്പിലാണ്, അവര് പരസ്പരം ഇഷ്ടപ്പെടാതിരിക്കുകയാണ്. ഇതൊരു റിലേഷൻ ആണ്. പക്ഷേ ഇതിനെ കോറിലേഷൻ നമുക്ക് വിളിക്കാം. ഇതേ കാര്യം ഞാൻ പറയാണ്, അവനും അവളും തമ്മിൽ 1 വർഷമായി ഇഷ്ടത്തിലാണ്. ഇവിടെ 1 വർഷം എന്ന പോയിന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനെ റിഗ്രഷൻ എന്ന് വിളിക്കും. അതായത് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിലേഷൻഷിപ്പേ പറയുള്ളൂ. റിലേറ്റഡ് ആണോ, റിലേറ്റഡ് അല്ലേ. പക്ഷെ റിഗ്രഷൻ അങ്ങനെയല്ല, കൃത്യമായിട്ട് അതിന്റെ അളവ് പറയും. ഇനി ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. കോറിലേഷൻ എന്ന് പറയുന്നത് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് കോ റിലേഷൻ. ആ വാക്ക് തന്നെ കിട്ടൂ കേട്ടോ, കോ റിലേഷൻ. കണ്ടോ, റിലേഷൻ നോക്കുക. എന്നാൽ റിഗ്രഷന്റെ കീഴിൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ്, ഈ ഒരു വാക്ക് പ്രത്യേകം ഓർത്തു വെക്കണേ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more. രണ്ട് സെയിം ആട്ടോ. ഈ റിഗ്രഷനിൽ ഈ ഒരൊറ്റ ടേമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അഥവാ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എന്നും അവിടെ വിശദീകരിക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാണ്. ഞാൻ പറയുകയാണെ, പ്രൈസ് കൂടും. നമ്മൾ തക്കാളിയുടെ കഥ പറഞ്ഞു. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. ഇത് പറഞ്ഞത് കോറിലേഷൻ ആണ്. ഒന്നുകൂടെ പറയാണ്, പ്രൈസ് കൂടുമ്പോൾ അഥവാ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഇത് കോറിലേഷൻ ആണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, 10 രൂപ തക്കാളിക്ക് വില കൂടിയാൽ 5% അതിന്റെ ഡിമാൻഡ് കുറയും. കണ്ടോ, ഇവിടെ 10 രൂപ 5%. ഇവിടെ എന്തായി, കൃത്യമായിട്ട് അതിന്റെ കണക്ക് പറഞ്ഞു, എത്രയാണ് കൂടാന്ന് പറഞ്ഞു അല്ലെ. ഇതിനാണ് റിഗ്രഷൻ എന്ന് വിളിക്കുക. അപ്പോൾ കോറിലേഷനിൽ ജസ്റ്റ് കൂടോ കുറയോ അത്രേ പറയുള്ളൂ. പക്ഷെ റിഗ്രഷൻ അങ്ങനെയല്ല, എത്രത്തോളം കൂടുന്നുണ്ട്, എത്രത്തോളം കുറയുന്നുണ്ട് എന്ന അളവ് കൂടെ പറയും. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം, ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ മഴ പെയ്താൽ കിണറ്റിൽ വെള്ളം കൂടും, അത്രേ ഉള്ളൂ. മഴ പെയ്തില്ലെങ്കിൽ കിണറ്റിൽ വെള്ളം കുറയും. ഇത് കോറിലേഷൻ ആണ്. അതിൽ എന്ത് പറയുന്നുള്ളൂ, മഴയും കിണറ്റിലെ വെള്ളവും തമ്മിലുള്ള റിലേഷന്, കൂടും കുറയും അത്രേ പറയുന്നുള്ളൂ. എന്നാൽ ഞാൻ പറയാണ്, മഴ 4 ദിവസം മഴ പെയ്താൽ കിണറ്റിൽ 5 റിങ് വെള്ളം കൂടും. 4 ദിവസം മഴ പെയ്താൽ കിണറ്റിൽ 5 റിങ് വെള്ളം കൂടും. കണ്ട, 4 ദിവസം മഴ, അതിന്റെ കണക്ക് പറയുന്നുണ്ട്. 5 റിങ് വെള്ളം കൂടും, അതിന്റെ കണക്കും പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് അതിന്റെ കണക്ക് പറയുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോറിലേഷനിൽ ജസ്റ്റ് റിലേഷൻഷിപ്പേ പറയുള്ളൂ, റിഗ്രഷനിൽ അതിന്റെ അളവ് കൂടെ പറയും, എത്രത്തോളം അത് വരുന്നുണ്ട് എന്ന് പറയും. ക്ലിയർ ആണോ? ഈ രണ്ട് ടേം ക്ലിയർ ആണോ? ഒന്ന് ജസ്റ്റ് വോയിസിൽ പറഞ്ഞാണേ. സാർ ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ് സാർ. ഓക്കെ, റെഡി. യെസ്, ഇനി നമുക്ക് ബാക്കി സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ
അപ്പൊ കോറിലേഷൻ എന്താ, റിഗ്രഷൻ എന്താ നമ്മൾ പറഞ്ഞു. രണ്ടും ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കണേ രണ്ടും തന്നെ പറഞ്ഞാൽ കേട്ടോ. ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. ഒരു തെറ്റുമില്ല, കറക്റ്റാ, ആൻസർ കറക്റ്റാ. അപ്പോൾ റിഗ്രഷൻ പറയുമ്പോൾ ഈ ടേമും കൂടെ യൂസ് ചെയ്താൽ ഏറ്റവും ഭംഗിയായി. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. ഇനി ഈ ഒരു പോയിന്റ് ഓക്കെ ആണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നോക്കിയ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഡെസിഗ്നേറ്റ് ഇംപ്ലി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോറിലേഷനിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയില്ല, കാര്യകാരണ ബന്ധങ്ങളൊന്നും പറയൂല. കാരണം നമുക്കറിയാം കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിലേഷൻ ഉണ്ടോ ഇല്ലേ അത്രേ പറയുള്ളൂ, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും എവിടെ പറയൂല, കോറിലേഷനിൽ പറയൂല. എന്നാൽ റിഗ്രഷനിൽ അത് പറയും. അഥവാ ഇറ്റ് ഇൻഡിക്കേറ്റ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, കാര്യകാരണ ബന്ധങ്ങളെ വ്യക്തമായിട്ട് പറയും, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് റിഗ്രഷൻ. ഇനി അടുത്ത പോയിന്റ്, ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഈസ് റിലേറ്റീവ് മെഷർ. അഥവാ കോറിലേഷന്റെ ആൻസർ, അതിന്റെ റിസൾട്ട് റിലേറ്റീവ് മെഷർ ആണ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏകദേശം, അതായത് ഇത്രയെന്നൊന്നും പറയില്ല, നമുക്കറിയാലോ. അപ്പോൾ അത് കൂടും അല്ലെങ്കിൽ കുറയും, ബന്ധമുണ്ട് ബന്ധമല്ല അങ്ങനെയൊക്കെ പറയുള്ളൂ. റിലേറ്റീവ് മെഷർ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏകദേശ കണക്ക് കോറിലേഷൻ കിട്ടുള്ളൂ. എന്നാൽ റിഗ്രഷനിൽ അബ്സല്യൂട്ട് ഫിഗർ, കൃത്യമായിട്ടുള്ള പക്കയായിട്ടുള്ള ആൻസർ കിട്ടും. അബ്സല്യൂട്ട് എന്നുള്ള അർത്ഥമാണ് പക്ക, കറക്റ്റ്, കൃത്യമായിട്ടുള്ള ആൻസർ റിഗ്രഷനിൽ കിട്ടും. ഇനി കോറിലേഷനിൽ ഇറ്റ് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. അല്ലെ, ഇപ്പൊ കോറിലേഷന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് വീണ്ടും മറ്റു മാത്തമാറ്റിക്കൽ റിസൾട്ടിന് യൂസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ റിഗ്രഷനിൽ നമുക്ക് ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൽ പറയാത്തൊരു പോയിന്റും കൂടെ പറയാട്ടോ. ഇപ്പോ നാരോ സ്കോപ്പ്, വൈഡ് സ്കോപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റും, ആർക്കെങ്കിലും പറയാൻ പറ്റും. നാരോ ചെറിയ ഷോർട്ടായിട്ടുള്ള ചെറുത്, നാരോ സ്കോപ്പ്, വൈഡ് സ്കോപ്പ്. ഇതിൽ ഏതിനാണ് നമുക്ക് നാരോ സ്കോപ്പ് എന്ന് കൊടുക്കാൻ പറ്റുക, ഏതിനാണ് വൈഡ് സ്കോപ്പ് എന്ന് പറയാൻ പറ്റുക? കോറിലേഷൻ നാരോ സ്കോപ്പ് ആണോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കോറിലേഷൻ നാരോ സ്കോപ്പ്, കാരണം അതിൽ വലിയ സ്കോപ്പ് ഒന്നുമില്ല. എന്നാൽ റിഗ്രഷൻ വൈഡ് സ്കോപ്പ് ആണ്. ആ പോയിന്റുകളൊന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ ഞാൻ അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ ഇതാണ് കോറിലേഷൻ റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ്. ഉറപ്പായിട്ടും എസ്സേക്ക് ചോദിക്കുന്ന, സോറി എസ് അല്ല, ഷോർട്ട് എസ്സേ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഒറ്റ മിനിറ്റ്, 1-2 കുട്ടികളൊന്ന് റിക്വസ്റ്റ് തന്നിട്ടുണ്ട്, അവരൊന്ന് ഇതിലേക്ക് എൻ്റർ ചെയ്യട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടാവും. ഓക്കെ, റിക്വസ്റ്റ് ഇപ്പൊ ക്യൂട്ടി ചെയ്യട്ടെ, ഇതന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ ആദ്യം, എന്നിട്ട് കോസ്റ്റ്യൂമൊക്കെ മതി. അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ചർച്ച ചെയ്യുന്നേ ഇല്ല. ഓക്കെ, റെഡി, നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോവാം. അപ്പോ ഡിഫറൻസ് പറഞ്ഞു കേട്ടോ. ഇനി ഹലോ, സ്ക്രീന് വോയിസ് ക്ലിയർ അല്ലേ? നിങ്ങൾ ആരും മസിൽ പിടിച്ചിരിക്കണ്ട കേട്ടോ, വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് ഇരിക്കും കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചോദിക്കും. എനിവേ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ, അതുപോലെ ടൈപ്സ് ഓഫ് റിഗ്രഷൻ. രണ്ടും ശ്രദ്ധിക്കേ, രണ്ടിന്റെയും ടൈപ്പ് സെയിം ആട്ടോ, അതാണ് ആ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകൊണ്ടേ ടൈപ്സ് ഓഫ് കോറിലേഷൻ ഒരു ഹെഡിങ് ആണ്, ഇതേ പോയിന്റാണ് അതിൽ വരുന്നത്. ടൈപ്സ് ഓഫ് റിഗ്രഷൻ മറ്റൊരു ഹെഡിങ് ആണ്, അതിലും വരുന്നത് ഈ സെയിം സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ രണ്ട് സെപ്പറേറ്റ് പഠിക്കേണ്ട, രണ്ട് ഒരുമിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ടൈപ്സ് ചോദിക്കാറുണ്ട്. ഇതില് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യന് 2 മാർക്കിനായിരിക്കും. വാട്ട് ഈസ് പോസിറ്റീവ് കോറിലേഷൻ, അല്ലെ വാട്ട് ഈസ് ലീനിയർ കോറിലേഷൻ, അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ചിലപ്പോ 1-2 തവണ 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പൊ കോറിലേഷന്റെയും റിഗ്രഷന്റെയും ടൈപ്സ് പറയാണ്. ഒന്നാമത്തത് പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷൻ. ഇത് രണ്ടാട്ടോ. പോസിറ്റീവ് കോറിലേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് കോറിലേഷൻ. അതിൽ നോക്കുക, സിമ്പിൾ ആണ്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് സെയിം ഡയറക്ഷൻ എന്നുള്ള വാക്ക്. 2 വേരിയബിൾ, ശ്രദ്ധിക്കോ, 2 വേരിയബിൾ ഒരേ ഡയറക്ഷനിലാ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ്. മനസ്സിലായിട്ടില്ല? ഞാൻ പറയാം. ഇപ്പൊ ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, മഴ കൂടിയാൽ കിണറ്റിലെ വെള്ളം കൂടും. നിങ്ങളൊന്ന് പറഞ്ഞാണേ,
ഒരു വേരിയബിൾ മഴ, അത് കൂടുന്നു, കിണറ്റിൽ വെള്ളം കൂടുന്നു. ഇത് സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും. സെയിം ഡയറക്ഷൻ. മഴ, യെസ്, ഓക്കെ, ഗുഡ്. മഴ കൂടുന്നു, അതോടൊപ്പം തന്നെ കിണറ്റിലെ വെള്ളം കൂടുന്നു. അതിന് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. നോക്കിയേ, ഞാൻ ജസ്റ്റ് ഒരു ആരോ വരച്ച് പറയണം. ഒന്ന് കൂടുമ്പോൾ, ഒരു വേരിയബിൾ കൂടുമ്പോൾ അടുത്ത വേരിയബിളും കൂടും. ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേത് ഇൻക്രീസ് ചെയ്യും, ഒന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ ഡിക്രീസ് ചെയ്യും. ആ സെയിം രണ്ടും കേട്ടോ, രണ്ടുപേരെ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും, അതല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയും. ഇങ്ങനെ രണ്ട് വേരിയബിളും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, സെയിം ഡയറക്ഷൻ എന്നാൽ ഒന്നുകിൽ മോൾക്കാവാം അഥവാ ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും ഡിക്രീസ് ആവാം, അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ തക്കാളിന്റെ കഥ പറഞ്ഞത്. തക്കാളിക്ക് വില കൂടി അല്ലെ, കിലോക്ക് 200 രൂപ തക്കാളിക്കായി. അപ്പൊ നമ്മൾ ഒരാളും തക്കാളി വാങ്ങൂല, ഡിമാൻഡ് പറ്റ കുറയും. ഇനി തക്കാളിക്ക് കിലോ 2 രൂപയായി, എല്ലാവരും തക്കാളി വാങ്ങും. അപ്പോ പ്രൈസ് പറ്റ കുറഞ്ഞു, ഡിമാൻഡ് നല്ലോണം കൂടി. പ്രൈസ് നല്ലോണം കൂടി, ഡിമാൻഡ് പറ്റ കുറഞ്ഞു. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. പിന്നെ അതാ ഈ ഭാഗത്ത് അതിന്റെ ഒരു ആരോ വരക്കുന്നുണ്ട്. ഒന്ന് കൂടുമ്പോൾ അല്ലെ, ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിൾ കുറയും. നേരെ ഓപ്പോസിറ്റ്, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടും. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാ. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. രണ്ട് വേരിയബിൾ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും വിളിക്കും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നോക്കുക, ദ വാല്യൂസ് ഓഫ് ടു വേരിയബിൾ മൂവ് ഇൻ സെയിം ഡയറക്ഷൻ. നമ്മുടെ വാല്യൂസ്, നമ്മുടെ വേരിയബിള് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. ഇത് ക്ലിയർ ആണോ? പോസിറ്റീവ് നെഗറ്റീവ് ക്ലിയർ ആണോ? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡി. യെസ്, ഓക്കെ, റെഡി. എന്നാൽ രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോവാണ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഇത് മനസ്സിലാക്കാനായിരിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അതിൽ നോക്കുക, ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു, അണ്ടർലൈൻ ചെയ്യേണ്ടത്, കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. കോൺസ്റ്റന്റ് ചേഞ്ച്, അതായത് ശരിക്കും ശ്രദ്ധിച്ചോളേ, ഒരു വേരിയബിളിൽ വരുന്ന മാറ്റം കോൺസ്റ്റന്റ് ആയിട്ട് അഥവാ അതുപോലെ മറ്റ് വേരിയബിളിനെയും എഫക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ലീനിയർ എന്ന് പറയാൻ. മനസ്സിലായിട്ടുണ്ടാവില്ല, ഒന്നും കൂടെ നോക്കാം കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ ഇങ്ങനെ ചുമ്മാ എഴുതുന്നുണ്ട്. ഒരു വേരിയബിൾ 1 നോക്കണേ, 2, 3, ഇതൊരു വേരിയബിൾ ആട്ടോ, 4. ഇപ്പൊ ഒരു വെച്ചോളി, ഇപ്പൊ നമ്മുടെ തക്കാളിയുടെ വില എന്ന് വെച്ചോളി. തക്കാളിക്ക് 1 രൂപ, 2 രൂപ, 3 രൂപ, 1 രൂപ. ഈ സൈഡിൽ ഞാൻ എഴുതാണ്, 1 രൂപ ഇപ്പൊ ഡിമാൻഡ് 5%, 5 ആയിരുന്നു എന്ന് വെച്ചോളൂ. 2 രൂപ ഇപ്പോ 10 ആയി, 3 രൂപ ഇപ്പോ 15 ആയി, 4 രൂപ ഇപ്പോ 20 ആയി. ഓക്കെ, ഇതിന്റെ പ്രൈസ് ഇങ്ങനെ കറക്റ്റ് 1, 2, 3, 4 കറക്റ്റ് ഒരു ലെവലിൽ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതേ ലെവലിൽ തന്നെയാണ് അല്ലെ, 5, 10, 15 കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, കറക്റ്റ് ഒരു പ്രൊപ്പോർഷനിലാണ്. 5, 10, 15, 25, 30. നമുക്ക് അടുത്ത് പറയാൻ പറ്റും, അടുത്തത് 25 ആയിരിക്കും, പിന്നെ 30 ആയിരിക്കും, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു വേരിയബിൾ വരുന്ന മാറ്റം കോൺസ്റ്റന്റ് ആയിട്ട് അതേപോലെ തന്നെ അടുത്ത വേരിയബിളിനെയും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർ എന്ന് വിളിക്കും. ഒന്നും കൂടെ പറയാണ്, ഒരു വേരിയബിൾ വരുന്ന മാറ്റം, ഇത് കൂടാണ്, ഇതും ചിലപ്പോൾ ഇത് കൂടുമ്പോൾ ഇത് കുറയലാവും. ഇവിടെ കൂടെ കുറയാന്നുള്ള സംശയം വേണ്ട, കൂടെയായാലും കുറയാണെങ്കിലും ഒരേപോലെ കണ്ട, 5, 10, 15, 20. ഇനി നേരെ ഓപ്പോസിറ്റ് ആവാം, ചിലപ്പോൾ 5, 4, 3, 2, 1 കോൺസ്റ്റന്റ് ആയിട്ട് വരണം, കൃത്യമായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ അതിനെ ലീനിയർ എന്ന് വിളിക്കും. നോക്കിയേ, ഈ ഉദാഹരണം, ഈ ഭാഗം ഞാൻ വായിച്ചു കളിയാണേ. പ്രൈസ് 1, 2, 3, 4 ഈ ഭാഗമല്ല എന്ന് വെച്ചോളൂ. ഈ ഭാഗത്ത് 1 രൂപയപ്പോ ഡിമാൻഡ് 5 ആയിരുന്നു, 2 രൂപയപ്പോ ഡിമാൻഡ് 25 ആയി, 3 രൂപയപ്പോ ഡിമാൻഡ് 26, 4 രൂപയപ്പോ ഡിമാൻഡ് 100 ആയി. ഒന്ന് നോക്കിയേ, ഇവിടെ കൂടുന്നുണ്ട് അല്ലെ, 5, 25, 26, 100 കൂടുന്നുണ്ട്. പക്ഷെ കോൺസ്റ്റന്റ് ചേഞ്ച് അല്ല, കൂടുന്നുണ്ട്. ആദ്യം 25 കൂടി, പിന്നെ 26 ഒറ്റ പോയിന്റ് കൂടി, പിന്നെ അതിന്റെ 4 ഇരട്ടി കൂടി. ഇനിയിപ്പോ നമുക്ക് 100 കഴിഞ്ഞിട്ട് എത്രയെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ 101 ആയിക്കാരം, ചിലപ്പോൾ 150 ആയിക്കാരം, ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റൂല. ഇത്തരത്തിൽ കൂടാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ലീനിയർ എന്ന് വിളിക്കുക. അവിടെ നോക്കിയേ, ഒന്നും കൂടെ നോക്കിയേ, ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു കോൺസ്റ്റന്റ് ചേഞ്ച്. കോൺസ്റ്റന്റ് ചേഞ്ച് ആണെങ്കിൽ അതിനെ ലീനിയർ എന്ന് വിളിക്കും. ഇനി
കോൺസ്റ്റന്റ് ചേഞ്ച് അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്ന് പറയും. അപ്പൊ അതിനായി നോട്ടിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ നോക്കിയേ. ചേഞ്ച് ഇൻ വേരിയബിൾ ലീഡ്സ് ടു കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ ഈസ് കോൾഡ് ലീനിയർ. ലീനിയർ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു വേരിയബിൾ വരുന്ന മാറ്റം കോൺസ്റ്റന്റ് ആയിട്ട് ഒരുപോലെ കൃത്യമായിട്ട് മറ്റു വേരിയബിളിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് വിളിക്കും. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ അങ്ങനെ പറയും, ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു നോട്ട് കോൺസ്റ്റന്റ് ചേഞ്ച്. നോട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ. കോൺസ്റ്റന്റ് ചേഞ്ച് വരുന്നില്ലെങ്കിൽ അതിനെ നോൺ വിളിക്കും. ക്ലിയർ ആണോ? ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിലാക്കാൻ. ക്ലിയർ ആണോ? ഒന്ന് പറയേ. ലീനിയറും നോൺ ലീനിയറും സാറ് ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരുമോ? കുറച്ചൊരു ഓക്കെ, ഷുവർ ഷുവർ ഷുവർ. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനേ ജസ്റ്റ് ഇതിന്റെ ഒരു ബോർഡ് ഒന്ന് എടുക്കണ്ടേ. ജസ്റ്റ് വെയിറ്റ്. ബോർഡ് ഒന്ന് ഷെയർ ചെയ്യണേ. ഇപ്പൊ ഒരു ബോർഡ് കാണുന്നുണ്ടോ എനിക്ക് സ്ക്രീനിൽ? ക്ലിയർ ആണോ? ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇനി നമ്മൾ ബോർഡിൽ എഴുതി ചെയ്യാണ് കേട്ടോ. നോക്കുക, ലീനിയറും നോൺ ലീനിയറും നിങ്ങൾ അതൊക്കെ വിട്ടേരെ. ഞാനിങ്ങനെ പറയാണ് കേട്ടോ. ഞാനിപ്പോ ഒരു ഡിമാൻഡ് എഴുതാണ്. ഇപ്പോ ഒരു തക്കാളിയുടെ പ്രൈസ് 5 രൂപയായിരുന്നു. ആ പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ഈ ലീനിയർ കോറിലേഷൻ സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ടു വേരിയബിൾ ആണോ? കേട്ടില്ല, ഒന്നും കൂടെ പറയാവോ? ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നതിന് സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? യെസ്, അങ്ങനെയും പറയാം. കോൺസ്റ്റന്റ് ചേഞ്ച് എന്നുള്ളതിന്റെ പകരം ഇയാൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ് എന്നും യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലേ? ആ യെസ് യെസ് യെസ്. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ നോക്കട്ടോ. ഓക്കെ, പ്രൈസ് നോക്കാം. 5, 10, 15, 20, 25. ഇതാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് വെച്ചോളൂ. 5 ആയപ്പോൾ അതിന്റെ ഡിമാൻഡ് 1 ആണെന്ന് വെച്ചോളൂ. 10 ആയപ്പോൾ അത് 2 ആയിട്ട് മാറി. 15 ആയപ്പോൾ അത് 3 ആയിട്ട് മാറി. 20 ആയപ്പോൾ അത് 4 ആയിട്ട് മാറി. നോക്കിയേ, ഇവിടെ പ്രൈസ് ഇങ്ങനെ കൂടി വരികയാണ്. 5, 10, 15, 20. ഇവിടെ ഡിമാൻഡ്, ഇത് ഡിമാൻഡ് ആണ് കേട്ടോ. ഡിമാൻഡ് അതുപോലെ തന്നെ 1, 2, 3, 4 എന്നിങ്ങനെ കൂടി വരികയാണ്. രണ്ടും ഇൻക്രീസ് ആണ്. ഓക്കെ, അതിപ്പോ കുറഞ്ഞു വരാണെങ്കിലും കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് വെച്ചോളൂ. 4, 3, 2, 1 അങ്ങനെയാണ്. കൂടെ കുറയാന്നുള്ളത് ഇവിടെ ചോദ്യമല്ല. ഇവിടെ ആകെ നോക്കുന്നത് ഒരേ. ഇപ്പൊ നമുക്ക് ഇതിൽ നെക്സ്റ്റ് പോയിന്റ് പറയാൻ പറ്റുമല്ലോ അല്ലെ? ഈ 4 കഴിഞ്ഞാൽ അടുത്ത ഏതാ വരിക ഒന്ന് പറഞ്ഞാണേ. ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം 5 ആണ് എന്നുള്ളത്. അതാണ് കോൺസ്റ്റന്റ് ചേഞ്ച് അറിയുന്നത്, കൃത്യമായിട്ടുള്ള മാറ്റം. കോൺസ്റ്റന്റ് ചേഞ്ച് ഈ വാക്കാണ് കേട്ടോ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്. കോൺസ്റ്റന്റ് ചേഞ്ച് അതായത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി അടുത്തത് ഏത് വരുന്നുണ്ട്, നെക്സ്റ്റ് ഏതാണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ കോൺസ്റ്റന്റ് ചേഞ്ച് വരുന്നതിനെ ലീനിയർ എന്ന് വിളിക്കും. അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം അടുത്തത് ഏതാണ് വരുന്നത് എന്നുള്ളത്. ഇനി ഈ എക്സാമ്പിൾ ഞാൻ നോൺ ലീനിയർ പറയുകയാണേ. നോക്കാം കേട്ടോ. ഇപ്പൊ ഈ ഭാഗം നമുക്ക് ജസ്റ്റ് മായ്ച്ചു കളയാണേ. ഡിമാൻഡ് ഇല്ല കേട്ടോ. പ്രൈസ് 5, 10, 15, 20 ആണ്. ഇനി ഇതിന്റെ ശ്രദ്ധിച്ചോളെ ഇതിന്റെ ഡിമാൻഡ് പറയണം. 5 ആയപ്പോൾ ഡിമാൻഡ് ഇപ്പൊ 20 ആയിരുന്നു. 5 ആയപ്പോൾ 20 ആയിരുന്നു. 10 ആയപ്പോൾ എന്തായി? 25 ആയി. 15 ആയപ്പോ 52 ആയി. 20 പ്രൈസ് 20 ആയപ്പോ അടുത്ത ഡിമാൻഡ് ഏത് വരും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? 20, 25, 52, 53 പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവേ. ഒരിക്കലും നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ഇത് കോൺസ്റ്റന്റ് ചേഞ്ച് അല്ല, കൃത്യമായിട്ടുള്ള ചേഞ്ച് അല്ല. ഓക്കെ, ഇതൊക്കെ
ഇത് ഇൻക്രീസ് ആണ് അല്ലെ, 20, 25, 50 ഒക്കെ ഇൻക്രീസ് ആണ്. പക്ഷെ കൃത്യമായിട്ടുള്ള ചേഞ്ച് അല്ല വരുന്നത്. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല ഇനി എത്ര വരും, എത്ര മാറ്റം വരും, നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നോൺ ലീനിയർ വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ. ലീനിയർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ചേഞ്ച്, ഒരു വേരിയബിൾ വരുന്ന മാറ്റം മറ്റേ വേരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് മാറ്റം വരുത്തുന്നുണ്ട്. ദെൻ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് ചേഞ്ച് ഉണ്ടാവില്ല, എങ്ങനെയൊക്കെയോ മാറ്റം വരികയാണ്. ഓക്കെ, റെഡി? ഓക്കെ, സെറ്റ്. സാർ, ഈ നോൺ ലീനിയറിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലേ, ഇനി എന്താ വരുന്നതെന്നുള്ളതല്ലേ? ഇല്ല, കഴിയില്ല. അതെ അതെ, അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ള നിങ്ങൾ മെയിൻ ചെയ്യണ്ട, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ആ ഒരു സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്താൽ മതി. കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ വാക്കാണ് അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, കോൺസ്റ്റന്റ് ചേഞ്ച്. നോൺ ലീനിയർ പറയുമ്പോൾ കോൺസ്റ്റന്റ് ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ള രൂപത്തിൽ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലൈഡിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ജസ്റ്റ് മിനിറ്റ്. എന്റെ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ലൈഡ് വോയിസ് കറക്റ്റ് അല്ലേ? യെസ് യെസ്, കറക്റ്റ് ആണ് സാർ. റെഡി. അപ്പൊ നമുക്ക് തുടരാം. അപ്പൊ നമ്മള് രണ്ട് ടൈപ്പ് പറഞ്ഞിട്ട്, ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് സെയിം ഡയറക്ഷൻ, പോസിറ്റീവ് ആണെങ്കിൽ സെയിം ഡയറക്ഷൻ. ഒരു വേരിയബിൾ കൂടുകയാണെങ്കിൽ മറ്റേ വേരിയബിളും കൂടും, ഒന്ന് കുറയുകയാണെങ്കിൽ മറ്റേതും കുറയും. അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റേത് കുറയും, ഒന്ന് കുറയുകയാണെങ്കിൽ മറ്റേത് കൂടും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ ലീനിയർ പറഞ്ഞു, കോൺസ്റ്റന്റ് ചേഞ്ച് ഉള്ളത് ലീനിയറും കോൺസ്റ്റന്റ് ചേഞ്ച് ഇല്ലാത്തത് നോൺ ലീനിയറും. ഇനി അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. വളരെ സിമ്പിൾ ആണ്, ഈ പേര് പോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് സിമ്പിൾ കോറിലേഷൻ എന്നുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, വെറും രണ്ട് വേരിയബിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കട്ടോ, രണ്ട് വേരിയബിൾ മാത്രം വെച്ച് പഠിക്കുകയാണെങ്കിൽ അതിന് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയും. മോർ ദാൻ ടു വേരിയബിൾ ആണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ, ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ, മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നാണ്. അപ്പൊ രണ്ട് വേരിയബിൾ കൂടുതൽ നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയും. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കുകയാണ്, നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു തക്കാളിയുടെ പ്രൈസും ഡിമാൻഡും പഠിക്കുകയാണ്. ശരിക്കും ആലോചിക്ക്, തക്കാളിയുടെ പ്രൈസും ഡിമാൻഡും വെച്ച് പഠിക്കുകയാണ്. അത് സിമ്പിൾ കോറിലേഷൻ ആണോ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണോ? പറഞ്ഞാണേ. സിമ്പിൾ. യെസ്, സിമ്പിൾ ആണ്. കാരണം നമുക്കറിയാം വെറും രണ്ടുപേരും ആകെ നമ്മൾ പഠിക്കുന്നത് ഒരു പ്രൈസും ഒരു ഡിമാൻഡും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അതിലേക്ക് വരുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. ഞാൻ പഠിക്കുകയാണ്, ഇപ്പോ നിങ്ങളുടെ എക്സാമിനെ കുറിച്ച് ഞാൻ ഒരു സ്റ്റഡി നടത്താണ്. ഒരു കുട്ടിയുടെ പരീക്ഷ കിട്ടുന്ന മാർക്ക്, അതിൽ ഞാൻ പഠിക്കുന്നത് അവന്റെ ക്ലാസ്, അവന്റെ ടീച്ചേഴ്സ്, അവൻ എക്സാം എഴുതുന്ന രൂപം, അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഒരുപാട് വേരിയബിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാതും കൂടെ പഠിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ രണ്ട് വേരിയബിൾസ് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അതിനെ സിമ്പിൾ കോറിലേഷൻ എന്നും, രണ്ടിലധികം വേരിയബിൾസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നും പറയും. അവിടെ കോറിലേഷൻ എന്ന വാക്കാട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി റിഗ്രഷൻ ചോദിച്ചാൽ ഇത് തന്നെയാണ്. പോസിറ്റീവ് റിഗ്രഷൻ, നെഗറ്റീവ് റിഗ്രഷൻ, സിമ്പിൾ റിഗ്രഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ സെയിം ആണ് കേട്ടോ. അപ്പോൾ റിഗ്രഷന്റെ ടൈപ്പ് ചോദിച്ചാലും കോറിലേഷന്റെ ടൈപ്പ് ചോദിച്ചാലും ഈ മൂന്ന് ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ മൂന്ന് തരമാണ് നമ്മൾ പറയേണ്ടത്. ഐ തിങ്ക് ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. റെഡി അല്ലേ? ഇതിപ്പോ രണ്ടും ചോദിക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാ? കോറിലേഷൻ എന്ന് എഴുതാണോ അല്ല റിഗ്രഷൻ എന്ന് എഴുതാണോ? ഏറ്റവും സുഖം എന്ത് ചെയ്യാ, കോറിലേഷൻ എന്ന ഹെഡിങ് എഴുതാം. ഇതേപോലെ ഈ ടൈപ്പ് കംപ്ലീറ്റ് എഴുതാം. അതേ തൊട്ട് താഴെ റിഗ്രഷൻ എന്ന ഹെഡിങ് എഴുതാം. സെയിം സാധനം എഴുതാം. ഇയാൾ ചോദിച്ചുകൊണ്ട് ഒരു കാര്യം കേട്ടോ, ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ എസ് എഴുതുമ്പോൾ 5 മാർക്കിന് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ റിഗ്രഷൻ ചോദിച്ചാല് പേജ് നടക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ വാല്യുവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ചില ടീച്ചേഴ്സ് എന്താവുന്ന അറിയോ, ഇപ്പൊ സപ്പോസ് ഞാൻ ഇത് വാല്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റുകൾ എഴുതിയാൽ ഞാൻ ഫുൾ മാർക്ക് 5 മാർക്കും തരും. ചിലർക്ക് മാർക്ക് ഇടാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ്, പല ടൈപ്പും ടീച്ചേഴ്സിനെ കാണലുണ്ട്. അവർ കുറച്ചൊരു അര പേജ് 3/4 പേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മാർക്ക് തരുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, കോറിലേഷൻ ഹെഡിങ് എഴുതാം. ഇതിലുള്ള പോയിന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതാം. തൊട്ട് താഴെ റിഗ്രഷൻ എന്നുള്ള ഹെഡിങ് എഴുതാം. ഈ പോയിന്റുകളൊക്കെ ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ ഈ കോളം വരച്ചിട്ട് അതേ പോയിന്റ് 2 കോളത്തിലായിട്ട് എഴുതാം.
അപ്പൊ എന്താവുന്ന അറിയും, ഒരു പേജിലുള്ള കണ്ടന്റ് ആയി. ഇതൊന്നും ഇവർ കംപ്ലീറ്റ് വായിച്ചു നോക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ബേജാറാവണ്ട. ഇങ്ങനെയാണ് പേജ് നടക്കാനുള്ള ഒരു ടെക്നിക്ക്. നിങ്ങൾ 5 മാർക്കിന് ചോദിച്ചാലും എന്ത് ചെയ്യാറ്, കോറിലേഷൻ എഴുതിയിട്ട് ഇത് 2-3 പോയിന്റ് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട്, മീൻസ് താഴെ പോയിന്റ് ആയിട്ടൊക്കെ എഴുതാം. റിഗ്രഷൻ എഴുതിയിട്ടും പോയിന്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് 2 കോളം വരച്ചിട്ട് ഈ പോയിന്റുകൾ എന്നിട്ട് എഴുതി വെക്കുക. അതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. ഓക്കെ, അപ്പോ ഇയാൾ ചോദിച്ച പോലെ കോറിലേഷൻ റിഗ്രഷനും കൂടെ ചോദിച്ചാൽ ആദ്യം കോറിലേഷൻ എഴുതാ, ഈ കംപ്ലീറ്റ് ടൈപ്പ് എഴുതാം, തൊട്ട് താഴെ റിഗ്രഷൻ ഹെഡിങ് എഴുതാം, വീണ്ടും അതാ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. പക്ഷെ ഇതുവരെ അങ്ങനെ രണ്ടും കൂടെ ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിക്കാറുമില്ല കേട്ടോ, ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ. ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ കോറിലേഷൻ എന്താന്ന് പഠിച്ചു, കോറിലേഷൻ റിഗ്രഷൻ നമ്മളെ ഡിഫറൻസ് പഠിച്ചു. ഇനി കോറിലേഷൻ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്, കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്, 3 മെത്തേഡാണ്. ഒന്ന് സ്കാറ്റർ ഡയഗ്രാം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന് എന്താണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം, നമ്മുടെ 2 വേരിയബിൾ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസും ഡിമാൻഡും, സപ്പോസ് നമ്മളെപ്പോഴും സിമ്പിൾ ആയിട്ട് പറയാവുന്നത് പ്രൈസും ഡിമാൻഡും. ഈ പ്രൈസും ഡിമാൻഡും, ഇപ്പൊ തക്കാളിയുടെ പ്രൈസും തക്കാളിയുടെ ഡിമാൻഡും ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിൽ പ്ലോട്ട് ചെയ്തു. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഡോട്ടായിട്ട് പ്ലോട്ട് ചെയ്യുന്നത്, ഡോട്ടായിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. അങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈ രൂപത്തിലാണ് എനിക്ക് കിട്ടുന്നെങ്കിൽ, കണ്ടോ, ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ്, അങ്ങനെ നമ്മൾ പറയാട്ടോ, ലെഫ്റ്റ് അല്ലെ, ഇടത്തുനിന്ന് വലത്തേക്ക്, ലെഫ്റ്റ് ടു റൈറ്റ്, ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. നിങ്ങൾ നോക്കിയേ, സപ്പോസ് ഞാൻ അതിങ്ങനെ ഒന്ന് ചുമ്മാ വരക്കുകയാണ് കേട്ടോ, കറക്റ്റ് നോക്കിയേ, ഇതാ ഇപ്പോൾ ഡിമാൻഡ് 0, ഡിമാൻഡ് 2 ആയപ്പോൾ പ്രൈസ് 2 ആയപ്പോൾ ഡിമാൻഡ് 2 ആയി, പ്രൈസ് 4 ആയപ്പോൾ ഡിമാൻഡ് 4 ആയി. കണ്ടോ, ഇനിയിപ്പോൾ പ്രൈസ് 3 ആണെങ്കിൽ ഡിമാൻഡ് 3 ആവും. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നമുക്ക് അതിന്റെ ഗ്രാഫ് കിട്ടിയത്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നതിനെ പോസിറ്റീവ് കോറിലേഷൻ ആണ് വിളിക്കേണ്ടത്. അപ്പോ ഈ രൂപത്തിൽ, ഇപ്പൊ ഇതിൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് തന്ന വേരിയബിൾസ് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് സ്ലോപ്പ് കിട്ടുകയാണെങ്കിൽ, ലെഫ്റ്റ് ഇടത് കേട്ടോ, ലെഫ്റ്റ് ടു റൈറ്റ് സ്ലോപ്പ് കിട്ടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള വേരിയബിൾസിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. അപ്പൊ നമുക്കിതാ നോക്കിയേ, ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് കേട്ടോ. ഈ ഒരു ടേം കൂടെ അതിൽ യൂസ് ചെയ്യണേ, ഇത് അപ്വേർഡ് സ്ലോപ്പ് ആണ്, മുകളിലേക്കാണ് കേട്ടോ, അപ്വേർഡ് സ്ലോപ്പ് ആണ്. ഇവിടെ ഡൗൺവേർഡ് ആണ്, താഴേക്കാണ്, ഡൗൺവേർഡ്. ആ വാക്ക് ഓർത്ത് വെക്കണം കേട്ടോ, ഡൗൺവേർഡ്. അപ്പോൾ നമുക്ക് കിട്ടിയുള്ള വേരിയബിൾസിനെ ഒരു ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ്, ഡൗൺവേർഡ് ഇമ്പോർട്ടന്റ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. ഞാൻ ഒന്ന് വരച്ച് പറയാണ്, ഇതൊക്കെ ഇവിടെ പ്രൈസ് ആണ്, പ്രൈസ് 2 ആയപ്പോൾ ഡിമാൻഡ് കൂടിയിരിക്കുന്നു അല്ലെ, 5 കിട്ടുന്നത്. പ്രൈസ് 4 ആയപ്പോൾ പ്രൈസ് കൂടിയിട്ടോ, അപ്പൊ നോക്കിയേ ഡിമാൻഡ് കുറഞ്ഞു അല്ലെ, ഇവിടെ 5 ഉള്ളത് ഇവിടെ 4 ആയിരിക്കും. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ്, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടാണ്. അപ്പൊ ഈ രൂപത്തിൽ അഥവാ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് കിട്ടുന്നെങ്കിൽ, നിങ്ങൾ നോട്ട് ഉണ്ടാവും, അന്ന് എഴുതി വെക്കണം കേട്ടോ, ജസ്റ്റ് റഫായിട്ട് ഒരു ചിത്രം വരച്ച് അതിൽ എഴുതി വെക്കണം. ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് കിട്ടുന്നെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്, നമുക്ക് തന്ന വേരിയബിൾസിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ, ഡോട്ട് ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അപ്വേർഡ് സ്ലോപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. വീണ്ടും പറയാണ്, നമ്മൾ ഒരു ഗ്രാഫിൽ നമ്മുടെ വേരിയബിൾസ് പ്ലോട്ട് ചെയ്തു, ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പ് ആണ് കിട്ടിയെങ്കിൽ, ഡൗൺവേർഡ് മനസ്സിലായിട്ടുണ്ടാവും, താഴേക്ക്, അതിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. ഇത് ചോദിച്ചിട്ടില്ല കേട്ടോ, ഇപ്പൊ ഞാൻ പറഞ്ഞ 2 ചോദിച്ചിട്ടില്ല. എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് സ്കാറ്റർ ഡയഗ്രാം എന്താണ് എന്നാണ്. അപ്പൊ അതിൽ നമ്മൾ പറയേണ്ടത്, നമ്മുടെ ഒരു ഗ്രാഫിൽ നമ്മുടെ വേരിയബിൾസിനെ നമ്മൾ പ്ലോട്ട് ചെയ്തു. നോക്കിയേ, ഒന്നിവിടെ അങ്ങനെ ആകെ സ്കാറ്റർ എന്നുള്ള വാക്കിനർത്ഥം ചിന്നിച്ചെതറാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു ഗ്ലാസ് ഒക്കെ എടുത്ത് പൊട്ടിച്ചാൽ സ്കാറ്റേർഡ് എന്നാ പറയാ, ചിന്നിച്ചെതറാന്നാണ് അല്ലെ. ഇവിടെ നമ്മൾ നോക്കിയേ, ഓരോ ഡോട്ടും നമ്മുടെ ഓരോ വേരിയബിൾസും ആകെ ചെതറേ കിടക്കുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടൂല, ഇങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടൂല, ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടൂല, ആകെ ചിന്നിച്ചെതറി കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ നോ കോറിലേഷൻ, ഒരു കോറിലേഷനും ഇല്ല എന്ന് പറയും.
അതിനെയാണ് സ്കാറ്റർ ഡയഗ്രാം. അപ്പൊ സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസിനെ ഡാറ്റാസിനെ ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാകെ ചിന്നിച്ചെതറ രൂപം സ്കാറ്റേർഡ് ആയിട്ടാണ് ആ ഡോട്ടുകൾ കാണുന്നെങ്കിൽ അതിനെ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എന്ന് വിളിക്കും. അതിന്റെ അർത്ഥം ആ വേരിയബിൾസ് തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല എന്നതാണ്, നോ കോറിലേഷൻ എന്നതാണ്. എന്നിട്ട് നിർബന്ധമായിട്ടും ഈ ചിത്രം വരച്ചേക്കുക. സ്കാറ്റർ ഡയഗ്രാം ചോദിച്ചാൽ ഇതൊന്നും വരക്കണ്ട കേട്ടോ, ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും വരക്കണ്ട, ഈ ചിത്രം മാത്രം ചുമ്മാ ഒരു ഗ്രാഫ് വരക്കുക. ആകെ സ്കാറ്റേർഡ് ആയിട്ട് ആകെ ചിന്നിച്ചെതറിയ രൂപത്തിൽ നമ്മൾ കുറെ ഡോട്ടുകൾ വെക്കുക. ഓക്കെ, അതിനാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഈ ഭാഗത്ത്. സാർ സ്കാറ്റർ ഡയഗ്രാം ഒരു സിമ്പിൾ സെന്റൻസ് ഒന്ന് പറഞ്ഞു തരുമോ? ഒരു അതിൽ നമുക്ക് പറയാം വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം എന്ന് നിങ്ങളോട് എക്സാം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം വി പ്ലോട്ട് അവർ വേരിയബിൾസ് ഇൻ എ ഗ്രാഫ്. നമുക്ക് കിട്ടിയുള്ള വേരിയബിൾസിനെ ഡാറ്റാസിനെ നമ്മൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഗ്രാഫിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫ് കിട്ടിയത് സ്കാറ്റർ രൂപത്തിൽ, ആ വാക്കന്നെ അതിൽ യൂസ് ചെയ്യാം, സ്കാറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അവിടെ നമുക്ക് ആ വേരിയബിൾസ് തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല എന്ന് സമർത്ഥിക്കാം. അതിനെയാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാണ്, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ, രണ്ടും പറയാം കേട്ടോ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസിനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ, പ്ലോട്ട് ചെയ്യുക ആ വാക്കൊന്ന് ഓർത്ത് വെക്കണേ, ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്താൽ ആ ഗ്രാഫ് നമുക്ക് സ്കാറ്റേർഡ് ആയിട്ട്, സ്കാറ്റേർഡ് അഥവാ ചിന്നിച്ചെതറ രൂപത്തിൽ സ്കാറ്റേർഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതിനെ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എന്ന് വിളിക്കാം. ഈ കാര്യം കൂടെ അതിൽ പറയണേ. അതിനർത്ഥം ആ വേരിയബിൾസ് തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല എന്നതാണ്. എഴുതാൻ പറ്റിയ രീതിയിൽ ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, യെസ്, ഞാൻ മനസ്സിലാക്കാൻ എന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രൂപത്തില്. അതെ സാർ, ഒരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് ഒരു 2 or 1 ലൈൻ ആയിട്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടാവുന്ന ഉദ്ദേശിക്കുന്നുണ്ട്. ഹലോ, ഇതിന് ഈ സ്കാറ്റർ ഡയഗ്രാമിനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ 2 വേരിയബിൾ പറയുന്നത് കറക്റ്റ് ആണോ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇനി നമ്മൾ അടുത്ത പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് അടുത്ത വരുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പൊ ഒന്ന് വിശദീകരിച്ചു തരാം. കാരണം ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നോക്കണേ, ഞാൻ ചെറിയൊരു ചിത്രം വരക്കാണ്. നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ, നമ്മളിപ്പോ ബാർ ഡയഗ്രാമോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ഈ രൂപത്തിലാണ് നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നൊക്കെ പറയാം. പക്ഷെ ചില ടെക്സ്റ്റില്, ഇയാൾ ചോദിച്ചൊരു നല്ലൊരു പോയിന്റ് ആണ്, ചില ടെക്സ്റ്റില് ഈ സ്കാറ്റർ ഡയഗ്രാം തന്നെ ഗ്രാഫിക്കൽ മെത്തേഡായിട്ടും പറയുന്നുണ്ട്. ഈ സ്കാറ്റർ ഡയഗ്രാം ഗ്രാഫിക്കൽ മെത്തേഡും ഒരുമിച്ച് പറയുന്നുണ്ട്. ഞാൻ 2-3 ടെസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ഈ നോട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിൽ ഇയാൾ ചോദിച്ച ചോദ്യം അങ്ങനെ പറയാം, കാരണം ചില ടെക്സ്റ്റ് നമുക്ക് അങ്ങനെ കാണിക്കുന്നുണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡിനെ സ്കാറ്റർ ഡയഗ്രാമും ഗ്രാഫിക്കൽ മെത്തേഡും ഒരുമിച്ച് പറയുന്നുണ്ട്. പക്ഷെ ചില ടെക്സ്റ്റിൽ ഇത് രണ്ട് സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡോട്ട് വരച്ച് നോക്കണേ, ഡോട്ട് വരച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനെ സ്കാറ്റർ ഡയഗ്രാം ഒന്നും, അതല്ല ഈ രൂപത്തിൽ നമ്മൾ ബാർ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് പറയുകയാണെങ്കിൽ അതിന് ഗ്രാഫിക്കൽ മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 രൂപത്തിലും അതിന് വിശദീകരണം തന്നിട്ടുണ്ട്. അപ്പോ ചോദിച്ച പോലെ ഇയാൾ പറഞ്ഞ പോലെ ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല, അത് ശരി തന്നെയാണ്. പക്ഷെ ഈ ഒരു ചിത്രമാണ് അതിൽ നിങ്ങൾ ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതിൽ നമ്മൾ വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം എന്ന് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഞാനത് നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, വേണമെങ്കിൽ അതും കൂടെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുമ്പോൾ ഞാൻ അതും കൂടെ അതിൽ പറയാം കേട്ടോ. ഞാൻ ഈ ചിത്രം മാത്രമേ അതിൽ ഉൾക്കൊള്ളിച്ചുള്ളൂ. അപ്പോൾ എഴുതാം, വി പ്ലോട്ട് the data, we plot PLOT to plot the data in a graph എന്നിട്ടൊരു കോമഡ, the graph shows scatter ആ വാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. The graph shows the
സ്കാറ്റർ, ലൈക്ക് എ സ്കാറ്റർ, ചിന്നിച്ചെതറിയ പോലെ കാണിക്കുന്നത്, ലൈക്ക് എ സ്കാറ്റർ. എന്നിട്ട് ഒരു കൊമ്മും കൂടെ ഇടുക. എന്നിട്ട് പറയാം ഡിസ്പ്ലേ ചെയ്യാം. that displays DISPLAYS, that displays, there is no correlation between the variables. There is no correlation between the variables. There is no correlation between the variables. Full stop ഇട്ടിട്ട് പിന്നെ this graph is called scatter diagram. This graph is called scatter diagram. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണെ, നമ്മുടെ ഡാറ്റകളെ ഒരു ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്ത്, ആ പ്ലോട്ട് എന്നുള്ള വാക്ക് ഓർത്ത് വെക്കണേ, ഒരു ഗ്രാഫിലേക്ക് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ സ്കാറ്റർ ആയിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ, ഇറ്റ് ഷോസ് സ്കാറ്റേർഡ് അല്ലെ, സ്കാറ്റർ ആയിട്ട് അഥവാ ചിന്നിച്ചെതറിയ രൂപത്തിൽ നമുക്ക് കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാം ദർ ഇസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്. ആ വേരിയബിൾസ് തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല എന്ന് പറയാം. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്റർ ഡയഗ്രാം. ഇനി it is a graphical method by showing the correlation between variables. അത് നമുക്ക് പറയാം കോറിലേഷൻ പറയുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ സാർ. യെസ്. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവാണ്, ഗ്രാഫിക്കൽ മെത്തേഡ്. ഇത് പല ടെക്സ്റ്റിലും കണ്ടിട്ടില്ല കേട്ടോ. അഥവാ ഗ്രാഫിക്കൽ മെത്തേഡ് പറഞ്ഞിട്ട് നമ്മളെ സ്കാറ്റർ ഡയഗ്രാം ആണ് പല ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ 1-2 ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അതാണ് ഇത് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നുമില്ല, അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് കർവ് ആർ ഡ്രോൺ ഫോർ എക്സ് ആൻഡ് വൈ, എക്സ് വേരിയബിൾ ആൻഡ് വൈ വേരിയബിൾ. എക്സ് നമുക്കറിയാലോ, ഒരു ഗ്രാഫ് വരച്ചാൽ 2 ലൈൻ ഉണ്ടാവും, അതിലൊന്നിനെ നമ്മൾ എക്സ് വൈ എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഈ ഭാഗം വൈ ആണ്, ഈ താഴെയുള്ള ഭാഗം എക്സ് ആണ്. അതിന് നമ്മൾ കർവുകളായിട്ട് വരക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ബാർ ഡയഗ്രാം, അങ്ങനെ ഡയഗ്രാമുകളായിട്ടോ കർവുകളായിട്ടോ, കർവ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ വരുന്ന രൂപത്തിൽ കർവുകളായിട്ടൊക്കെ വരക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിക് മെത്തേഡ് എന്നുള്ളത്. അതിൽ പിന്നെ പ്രത്യേകിച്ച് ചിത്രവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ മെത്തേഡാണ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. സ്കാറ്റർ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്, ഗ്രാഫിക് മെത്തേഡ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഇനി നമ്മൾ മെല്ലെ പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതിനെ ആൾജിബ്രിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ കണക്ക് കൂട്ടിയിട്ട്, സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം, കണക്ക് കൂട്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടെത്തുന്നതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ ആർ, അതൊന്ന് ഓർത്ത് വെക്കണേ. ഇങ്ങനെ മാത്തമാറ്റിക്കൽ മെത്തേഡിൽ നമുക്ക് 3 രൂപത്തിൽ കോറിലേഷൻ കാണാം. ഒന്നാമത്തത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, 2 സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, 3 കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇത് നമ്മുടെ സിലബസിൽ പറയുന്നില്ല, കൺകറന്റ് ഡീവിയേഷൻ മെത്തേഡ്, അതുകൊണ്ട് അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. കാൾ പിയേഴ്സൺ മെത്തേഡും സ്പിയർമാൻ മെത്തേഡും, ഈ രണ്ടിൽ ഒന്ന് സ്ഥിരമായിട്ട് എസ്സേക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇനി നല്ല പ്രോബ്ലം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ, എന്നാല് ശരിക്കും കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഈ രൂപത്തിൽ, ഒറിജിനൽ ഇക്വേഷൻ ഇതാണ്. ഇത് എഴുതണ്ട നിങ്ങള്, അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇത് സിഗ്മ എന്നാട്ടോ വായിക്കുക, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇതാണ് ഒറിജിനൽ ഇക്വേഷന്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ആ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യുക, അതിന് താഴെ കൊടുത്തിട്ടുള്ള ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു, ഇത് ഇൻറ്റു ആണ് കേട്ടോ, ഇവിടെ ഡോട്ട് കൊടുക്കുന്നത് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇക്വേഷനെ കാണുമ്പോൾ വലിയ സംഭവമാണ്, എന്തൊക്കെയോ ആണ് എന്നൊന്നും വിചാരിക്കണ്ടേ, വളരെ സിമ്പിൾ ആണ്. പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമാണ് കേട്ടോ. അത് പക്കയായിട്ട് പഠിച്ചു വെക്കുക, അത് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു തന്നെ വെക്കുക. ഇപ്പൊ ഞാൻ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ഡെയിലി ബോർഡ് വന്ന് എഴുതിപ്പിക്കാറുള്ളത്, അങ്ങനെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് ഇത് പഠിക്കുക.
കാരണം ഇത് തന്നെയാണ് നമുക്ക് ഇനി റിഗ്രഷനിൽ ആവശ്യമുണ്ട് കേട്ടോ ഈ ഇക്വേഷന്. അപ്പൊ n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x whole square വീണ്ടും root of n into sigma y square minus sigma y whole square. ഈ സാധനം പഠിച്ചു വെക്കുക. ഇതേ ഉള്ളൂ കോറിലേഷൻ കേട്ടോ. ഇത് പഠിച്ചു വെച്ചാൽ കോറിലേഷനുകൾ പഠിച്ച് അത്രേ ഉള്ളൂ. ഇത് വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കല്ലേ. ചില ആൾക്കാർ ഇക്വേഷനൊക്കെ വലുത് കാണുമ്പോൾ ഓ ഇത് നമ്മളെ കൊണ്ട് അടക്കൂല, അത് നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് അടക്കി വെക്കും. ഒരിക്കലും ചെയ്യരുത്. വളരെ സിമ്പിൾ ആണത്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് എല്ലാവരും എഴുതി വെക്കുക. എന്നിട്ട് നമുക്കത് പറയാം. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് ഇത് എഴുതിയോ എല്ലാവരും? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. എഴുതിയോ? ഓക്കെ ഓക്കെ, എല്ലാവരും എഴുതി തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമ്മളെ ബോർഡിലേക്ക് വരാം. എന്താണ് y, എന്താണ് എക്സ് വൈ? ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഉദാഹരണം വെച്ച് നമുക്ക് പറയാം കേട്ടോ. നമ്മളെ വൈറ്റ് ബോർഡ് ഞാൻ ഒന്നും കൂടെ ഓണാക്കാണേ. ഓക്കെ, നമ്മളെ ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണേ. ഹലോ ഓക്കെ റെഡി. യെസ്. നോക്കിയേ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. കോറിലേഷൻ ഇതിപ്പോ ചില ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവാം, പക്ഷെ ഞാനിത് ക്ലാസ് എടുക്കുന്നതേ ഈ ഭാഗത്തെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കുട്ടി എന്ന രൂപത്തിലാട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത്രയും തവണ പറഞ്ഞത്. ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ചെറിയൊരു അരോചകമായിട്ട് തോന്നാം. തൽക്കാലം ക്ഷമിക്കും, നമ്മളൊപ്പമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യനില് രണ്ട് ഡാറ്റ തരും. എക്സും വൈയും തരും. അത് പല പേരിലേക്കാണ്, പ്രൈസ്, ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരേക്കാണ്. അയ്യോ പറ്റില്ല കേട്ടോ, മാർക്കുന്നുണ്ട്, ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സോറി. ഇത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യണേ. സോറി കേട്ടോ. നമുക്ക് സ്ക്രീനിലേക്ക് തന്നെ വരാം. അപ്പോ ആ ഇക്വേഷൻ ഒന്ന് നോക്കി നോക്കേ. ഓക്കെ, റെഡി. ജസ്റ്റ് നോക്കട്ടെ എല്ലാവരും. ഞാന് എക്സ് വൈ ഈ രണ്ട് കാര്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം കേട്ടോ. ശ്രദ്ധിച്ചോളെ, എക്സ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും, വൈ എന്നുള്ള ഒരു ഡാറ്റ ഉണ്ടാവും. ഈ രണ്ട് ഡാറ്റ നമുക്ക് തരും. ഇത് തമ്മിൽ റിലേറ്റഡ് ആണോ റിലേറ്റഡ് അല്ലേ, കോറിലേഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിൽ സപ്പോസ് ഇപ്പൊ എക്സ് 1 2 3 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ചോളൂ. വൈ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ 4 5 6 ഇങ്ങനെ ഡാറ്റ തന്നിട്ടുണ്ട്. എക്സും വൈ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. എക്സ് വൈ എന്നുള്ള കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എക്സ് വൈ എന്നുള്ള ഒരു കോളം, അഥവാ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത്. നോക്കിയേ, 1 × 4 ക്ലിയർ അല്ലേ? ഈ രണ്ട് കോളം തമ്മിൽ ഗുണിക്കുക. 1 × 4 2 × 5 10, 3 × 6 18. ഇതാണ് ഒരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എക്സ് വൈ എന്നുള്ള കോളം കേട്ടോ, കോളം. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ എന്നുള്ള കോളം. എക്സ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാ 1. എക്സ് ഈ കോളാണല്ലോ അല്ലെ, അതിൽ 1ന്റെ സ്ക്വയർ നമുക്കറിയാം, 1ന്റെ സ്ക്വയർ 1 ആണ്. 2ന്റെ സ്ക്വയർ ആണ് എന്താ, 2 × 2 4 ആണ്. അടുത്ത 3ന്റെ സ്ക്വയർ ആണ് 3 × 3 9 ആണ്. അപ്പോ രണ്ട് കോളായിട്ടോ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എന്നുള്ളൊരു കോളം, എക്സ് സ്ക്വയർ എന്നുള്ള ഒരു കോളം. ഇനി മൂന്നാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വൈ സ്ക്വയർ എന്നുള്ള മൂന്നാമത്തെ കോളം, വൈ സ്ക്വയർ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഏതാ? വൈ 4 ആണ് കേട്ടോ. 4ന്റെ സ്ക്വയർ ഏതാ? 16. 16.
5. 5ന്റെ സ്ക്വയർ പറഞ്ഞാണ് 25. 25. Then 6ന്റെ സ്ക്വയർ 36. ഇത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, എക്സ് വൈ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. എക്സ് ക്രിയേറ്റ് ചെയ്തു, എക്സ് സ്ക്വയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വൈ സ്ക്വയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ 3 കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് ടാസ്ക്. ഇത് ഒരു പണിയില്ല. എക്സ് വൈ നമുക്കറിയാം, എക്സ് സ്ക്വയർ കാണാനറിയാം, വൈ സ്ക്വയർ നമുക്ക് കാണാനറിയാം. ഈ 3 കോളം ക്രിയേറ്റ് ചെയ്യാം. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ കോളവും ടോട്ടൽ ചെയ്യുക. നോക്കുക, ഇപ്പൊ എക്സിന്റെ ടോട്ടല് 3 3 6 വരും അല്ലെ, വൈയുടെ ടോട്ടല് 10 15 വരും, എക്സ് വൈയുടെ ടോട്ടല് 28 32 വരും. പിന്നെ എക്സ് സ്ക്വയറിന്റെ ടോട്ടല് 10 14 വരും. പിന്നെ വൈ സ്ക്വയറുടെ ടോട്ടല് 2 4 7 അല്ലെ 77 വരും ഐ തിങ്ക്. ഇങ്ങനെയാണ്. ഇത്ര പണിയേ ഉള്ളൂ. ഇത് ചെയ്താൽ നിങ്ങൾ പകുതി പണി കഴിഞ്ഞ്. അപ്പൊ എക്സ് വൈ ക്വസ്റ്റ്യൻ തരും. നമ്മൾ ഉണ്ടാക്കേണ്ടത് എക്സ് വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ എന്നിട്ട് ടോട്ടൽ ചെയ്യാം. പകുതി പണി തീർന്ന്. ഇനി ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷനിൽ മുകളിലുള്ള ഭാഗം മാത്രം, താഴെയുള്ള ഹോൾ ഡിവൈഡഡ് ബൈ എന്നുള്ളത് പറയണില്ല, മുകളിലുള്ള ഭാഗം മാത്രം എന്ന് പറഞ്ഞാണ്. ഒന്ന് വായിച്ചാണ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. എന്നിന്റെ സിഗ്മ XY യെസ്, സിഗ്മ XY XY മൈനസ് സിഗ്മ X സിഗ്മ into സിഗ്മ Y. എക്സ് ഇൻറ്റു സിഗ്മ വൈ, എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇത് മാത്രം ഞാൻ പറയാണ്, മുകളിലുള്ള കേട്ടോ. ആ ഡിവൈഡ് ബൈ ഒക്കെ അവിടെ കേട്ടെ. നമ്മൾ ഇക്വേഷനിൽ ഇതാ ഈ മുകളിലുള്ള ഭാഗമാണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. നോക്കണേ, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഓക്കെ, ഇതില് ഈ ഭാഗം ഫസ്റ്റത്തെ ഭാഗം മാത്രം ഞാൻ പറയാണ്. n എന്ന് പറയുന്നത് നമ്പർ ആണ്. എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതില് ഇപ്പൊ ഞാൻ തന്ന ഈ ക്വസ്റ്റ്യൻ എത്ര നമ്പേഴ്സ് ഉണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1 2 3. മനസ്സിലായില്ലേ? എത്ര എക്സ് ഉണ്ട്, എത്ര വൈ ഉണ്ട്, അതാണ് നമ്പർ എന്നുള്ളതിന്റെ ഉദ്ദേശം. 3 അല്ലേ ഇവിടെ, കറക്റ്റ് അല്ലേ? 1 2 3. അപ്പോ ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? n ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, റെഡി. ഇനി എക്സ് വൈയുടെ സിഗ്മ നോക്കി. സിഗ്മ എന്നുള്ളതിന്റെ അർത്ഥം ടോട്ടൽ ആട്ടോ. എക്സ് വൈയുടെ സിഗ്മ ഒന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? എക്സ് വൈയുടെ സിഗ്മ എത്ര, അഥവാ എക്സ് വൈയുടെ ടോട്ടൽ എത്ര? 32. വെരി ഗുഡ്. നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 30 ഉള്ളത്. അപ്പൊ നമ്മൾ n 3 ആണ്, അഥവാ 3 എണ്ണാണ് അല്ലെ, 3 എണ്ണാണ് 2. യെസ്. എന്നിട്ട് നമ്മൾ താഴെ എഴുതി. ഇനി എക്സിന്റെ സിഗ്മ, എക്സിന്റെ സിഗ്മ കേട്ടോ, അടുത്ത് കാണേണ്ടത് എക്സിന്റെ സിഗ്മ ആണ്. എത്ര? എക്സിന്റെ സിഗ്മ എന്നാണ് എക്സിന്റെ ടോട്ടൽ 6. ആണ്. ഓക്കെ, അപ്പൊ 6 എന്ന് എഴുതി. അടുത്തത് വൈയുടെ സിഗ്മ അഥവാ വൈയുടെ ടോട്ടൽ, വൈയുടെ ടോട്ടൽ പറഞ്ഞാണിയേ. യെസ്, വൈയുടെ ടോട്ടൽ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, 15 ആണ്. 15 ആണ്. അപ്പൊ 3 × 32 ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയേ. 96 യെസ്, 96 വരും. മൈനസ് 6 × 15 ഒന്ന് ചെയ്ത് നോക്കിയേ. 90. 90 എന്ന് വരും. അപ്പോ 96 മൈനസ് 90 ആൻസർ 6 കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷന്റെ മുകളിലത്തത് കറക്റ്റ് ആയി. കണ്ടോ? n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇത് എന്തൊക്കെയോ സംഭവമായിട്ടാ തോന്നുക, പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാ. ഇത് ചിലപ്പോ മൈനസ് ഫിഗറും കിട്ടാട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. മൈനസും പ്ലസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും കിട്ടാറുണ്ട്. കറക്റ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലാവാ? ഏത് ഇത് ആൻസർ ആൻസർ അതാണോ കറക്റ്റ് ആണ്. എന്നുള്ളത്? ആ, അതിനൊരു വഴിയില്ല. അത് ഇനി ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കാരെ നോക്കും. ഇതിലിപ്പോ ഈ പറഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, ടോട്ടൽ ഇതല്ല ഞാന്, അതിലേതെങ്കിലും ഒന്ന് തെറ്റിയാൽ തീർന്ന്, ബാക്കിയൊക്കെ തെറ്റും. പക്ഷെ അത് വിചാരിച്ചു ഒക്കെ വാല്യൂ ചെയ്യുമ്പോ ഇപ്പോ ഒരു കുട്ടി ഇപ്പൊ ഇവിടെ 5 എന്ന് എഴുതി, ഈ കുട്ടിയുടെ കംപ്ലീറ്റ് ആൻസറും തെറ്റും.
എങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു പകുതി മാർക്ക് കിട്ടും. അതായത് ആ റൂട്ട് കറക്റ്റ് ആണെങ്കിൽ. ഈ സ്റ്റെപ്പൊക്കെ ആ കുട്ടി എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ചെറിയ മിസ്സിങ് ഉള്ളൂ എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു പകുതിയിലധികം മാർക്ക് കുട്ടി കൊടുക്കും ആൻസർ തെറ്റാണെങ്കിൽ പോലും. അപ്പൊ നിങ്ങൾ കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് അതിൽ പറയാനുള്ളൂ കേട്ടോ. അപ്പോ മുകളിലത്തെ ഭാഗം n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ അത് നമ്മൾ ചെയ്തു. അതിലാർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. മുകളിലത്തെ ഭാഗം ചെയ്തത് കറക്റ്റ് ആണോ? ഡൗട്ട് ഉണ്ടാ? n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ കറക്റ്റ് ആണോ? യെസ്. ഇനി അതിന്റെ താഴെ ഭാഗം കൂടെ ഞാൻ പറയാണ്. ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 9 മണി ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി താഴെ ഭാഗം പറയാണേ. താഴെ ഭാഗത്ത് 2 റൂട്ടുകളുണ്ട്. റൂട്ടിന്റെ ഉള്ളിൽ 2 കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ ഫസ്റ്റത്തെ റൂട്ട് നിങ്ങൾ പറഞ്ഞാണേ, നിങ്ങൾ എഴുതി വെച്ച ഇക്വേഷൻ നോക്കിയിട്ട്. റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് യെസ്, n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. യെസ്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് ഈ ഫസ്റ്റത്തെ റൂട്ട് n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇത് പഠിക്കാൻ സിമ്പിൾ ആട്ടോ. ഈ താഴത്തത് ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ ഇവിടെ എക്സ് ഉള്ളടത്ത് വൈ ആക്കിയാൽ അടുത്തതായി n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് ഉള്ളടത്ത് വൈ ആക്കി ഇട്ടാൽ മതി. ഇതിന്റെ ഒപ്പം പഠിച്ചു പോവാ കേട്ടോ. n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇത് ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ചെറുതായിട്ട് പാളാറുണ്ട് കുട്ടികൾക്ക്, ഇവിടെ മിസ്സിങ് വരാറുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറക്റ്റ് നോക്കണേ. n നമുക്കറിയാം അല്ലെ. എന്നാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്പർ ആണ്. എത്ര നമ്പർ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എത്ര നമ്പേഴ്സ് ഉണ്ട്? 3. യെസ്, 3 ഇൻറ്റു. ഇനി അടുത്ത വേണ്ടത് എക്സ് സ്ക്വയറിന്റെ സിഗ്മ ആണ്. എക്സ് സ്ക്വയറിന്റെ സിഗ്മ ആണ്. ഒന്ന് പറഞ്ഞാണി എക്സ് സ്ക്വയറിന്റെ സിഗ്മ കേട്ടോ. എക്സ് സ്ക്വയറിന്റെ സിഗ്മ 14. യെസ്, ഇതാണ് നോക്കേണ്ടത് കേട്ടോ. എക്സ് സ്ക്വയറിന്റെ സിഗ്മ 14. അത് ഓർത്ത് വെക്കണേ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ സിഗ്മ നമ്മൾ എഴുതി 14. അപ്പൊ 3 × 14 എന്ന് കിട്ടി. മൈനസ് എക്സിന്റെ സിഗ്മ. ഇവിടെയാണ് കുട്ടികൾക്ക് തെറ്റാറുള്ളത്. കറക്റ്റ് ശ്രദ്ധിക്കണേ. എക്സിന്റെ സിഗ്മ നോക്കിയേ. എക്സിന്റെ സിഗ്മ എത്ര? 6. ഈ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ മാത്രമേ നിങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. എക്സിന്റെ സിഗ്മ എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. മാറരുത്. ഇവിടെയാണ് തെറ്റ് വരാറുള്ളത്. എക്സിന്റെ സിഗ്മയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എക്സിന്റെ സിഗ്മ 6 ആണ്. മാറിപ്പോകരുത്. അപ്പൊ 6 എഴുതി. എന്നിട്ട് ഈ 6ന്റെ സ്ക്വയർ ആണ് കാണേണ്ടത് കേട്ടോ. നോക്കിയേ. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്നാ പറഞ്ഞത്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എക്സിന്റെ സിഗ്മ എടുത്തു, എന്നിട്ട് അതിന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്, അഥവാ 6ന്റെ സ്ക്വയർ. ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്ന കുട്ടികൾ എക്സ് സ്ക്വയറിന്റെ സിഗ്മ തന്നെ പിന്നെയും കൊണ്ട് എഴുതും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയ 14 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി വീണ്ടും 14 എഴുതേണ്ട ആവശ്യം വരൂല. ആ സംഖ്യ 2 നമ്മൾ എഴുതൂല. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇവിടെ എക്സിന്റെ സിഗ്മ 6 ആണ്, പിന്നെ അതിന്റെ സ്ക്വയർ. ഇനി അത് വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണേ. 3 × 14 ഒന്ന് ചെയ്ത് നോക്കിയേ. സാർ അവിടെ 6 ഹോൾ സ്ക്വയർ ഇടൂലേ? അത് നമ്മളിഷ്ടം. കാരണം 6 എന്ന ഒരൊറ്റ സംഖ്യ ഉള്ളൂ. അത് ഹോൾ സ്ക്വയർ വേണമെങ്കിൽ ഇടാതിരിക്കാം. നിങ്ങൾ കൺഫ്യൂഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. 6 ഹോൾ സ്ക്വയർ. 3 × 14 ചെയ്ത് നോക്കിയേ. 42 എന്ന് നമുക്ക് കിട്ടും. 6ന്റെ സ്ക്വയർ ആണ് 6 × 6 ആണ് കേട്ടോ. 36 ആണ്. സ്ക്വയർ അറിയുന്നത് അതേ ഇൻറ്റു അതാണ് കേട്ടോ. അത് മനസ്സിലാക്കണേ. അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാണ് കേട്ടോ. 6 × 6 ആണ് അതിന്റെ സ്ക്വയർ അറിയുന്നത്. 6 × 6 36. ഇനി 42 36 കുറച്ചാണെങ്കിൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. റൂട്ട് ഇതാണ് അടുത്ത ഒരു തെറ്റ് വരാറുള്ളത്. കുട്ടികൾ എന്ത് ചെയ്തു, ഇതങ്ങനെ എഴുതി പോകും, ഈ റൂട്ട് എഴുതാൻ മറക്കും. 6ന്റെ റൂട്ട് കാണണം. അപ്പൊ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കി 6ന്റെ റൂട്ട് എത്രയെന്നുള്ളത്. ഒരു പോയിന്റ് ഫിഗറാ കിട്ടുക. 2.4. യെസ്, 2.4 എന്ന് കിട്ടും. അവിടെ കട്ടെ. ഇതാണ് ഈ ഒരു ബ്രാക്കറ്റ് ഈ റൂട്ടിന്റെ ഉള്ളിലുള്ളത് കാൽക്കുലേഷൻ. ഇതിൽ എവിടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയും നിങ്ങൾ. n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് ചെയ്തതിൽ എവിടെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ.
ഓപ്പൺ ആയിട്ട് ചോദിച്ചോളേ, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് നമ്മൾ ആരും തമ്മിൽ കാണുന്ന പോലുമില്ല. ഇതിൽ ഏതെങ്കിലും കാൽക്കുലേഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണേ. ക്ലിയർ ആണോ? ആണോ? ഓക്കെ. എന്നാൽ ഇതേപോലെ തന്നെയാണ് അടുത്ത് വരുന്നത്. അത് ഞാൻ വീണ്ടും പറയാണ് കേട്ടോ, അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മളിപ്പോ എവിടെ എത്തിയ അറിയോ? നമ്മുടെ ഇക്വേഷനില് ഫുള്ള് ശരിയില്ലേ? ഈ നമ്മുടെ ഈ ആൻസറുകളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഞാൻ മറന്നുപോകും. ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ ചെയ്തു? ഇതൊക്കെ ഇതാണ് നമ്മളെ ഇക്വേഷൻ കേട്ടോ. നമ്മളെ ഇക്വേഷൻ എന്താണ് വരുന്നത്? അതിലിപ്പോ നമ്മൾ എവിടെ എത്തിയെന്ന് നോക്കേ. ഈ ഭാഗം നമ്മൾ ചെയ്തു, മുകൾ ഭാഗം ചെയ്തു. നമുക്ക് എത്ര ആൻസർ കിട്ടിയേ? മുകൾ ഭാഗം ചെയ്തപ്പോ എത്ര കിട്ടിയേ? 6. യെസ്, 6 എന്ന് കിട്ടി. പിന്നെ താഴെ ഈ റൂട്ട് ചെയ്തു കേട്ടോ, ഈ റൂട്ട്, ഈ ഫസ്റ്റത്തെ റൂട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടിയേ? 2.4 എന്ന് യെസ് ആൻസർ കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ബാക്കിയുള്ള അടുത്ത റൂട്ടാണ്. ഞാൻ മൂന്നാമത് എഴുതാണ്, രണ്ടാമത്തെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ തന്നെ ഒരു മാറ്റമില്ല. ഞാൻ അത് ഒന്നുകൂടെ ചെയ്യണം, ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. n ഇൻറ്റു സിഗ്മ, അവിടെ എക്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പൊ ഇവിടെ y പറയണം. n ഇൻറ്റു സിഗ്മ y സ്ക്വയർ മൈനസ് സിഗ്മ y ഹോൾ സ്ക്വയർ. സിഗ്മ y ഹോൾ സ്ക്വയർ. നിങ്ങൾ എന്റെ ഒപ്പം എഴുതിട്ടോ, എഴുതിയാലാണ് ഏറ്റവും നന്നാവും. പ്രോബ്ലം ഞാൻ തന്നെ ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരുമിച്ച് എഴുതി ചെയ്യണം. അപ്പോ വീണ്ടും പറയും, n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണ് അല്ലെ, 3 എണ്ണാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇൻറ്റു y സ്ക്വയറുടെ സിഗ്മ, y സ്ക്വയറുടെ സിഗ്മ എത്രയാണ്? y സ്ക്വയറുടെ സിഗ്മ 77. y സ്ക്വയറിന്റെ സിഗ്മ 77 ആണ്. ഓക്കെ. ഈ ജസ്റ്റ് നിങ്ങളൊന്ന് വോയിസ് ഒന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇനി ഞാൻ ഒന്ന് ചെയ്യാണ്, നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാണേ. വൈയുടെ സിഗ്മ നമുക്കറിയാം 15 ആണ്, 15 ആണ്. അപ്പൊ 15 അതിന്റെ സ്ക്വയർ. ഇത് എഴുതുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വൈയുടെ സിഗ്മ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മാത്രം നോക്കുക. വൈയുടെ സിഗ്മ 15 എന്നിട്ട് അതിന്റെ സ്ക്വയർ. നിങ്ങൾക്കൊന്ന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹോൾ സ്ക്വയർ ഒന്ന് എഴുതിച്ചോളൂ. ആ ബ്രാക്കറ്റ് ഇടാൻ നിർബന്ധമൊന്നുമില്ല, എഴുതിച്ചോളൂ, കൺഫ്യൂഷൻ വേണ്ട. പിന്നെ വീണ്ടും നമ്മൾ ചെയ്യാണ് 3 ഇൻറ്റു 77 നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ എക്സാമിന് കാൽക്കുലേറ്റർ ഒന്ന് മറന്നു പോരുത് കേട്ടാ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മൾ എക്സാം ഹോളിൽ നിൽക്കുമ്പോൾ കാണുന്ന പതിവാ. അപ്പോൾ 3 ഇൻറ്റു 77 231 എന്ന് കിട്ടും, 231 എന്ന് കിട്ടും. ദെൻ 231 മൈനസ് 15ന്റെ സ്ക്വയർ, 15 ഇൻറ്റു 15 നമ്മൾ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 225 എന്ന് കിട്ടും, 225. അപ്പൊ നമ്മൾ അടുത്തത് 231 225 കുറക്കുക. ഇതൊക്കെ നെഗറ്റീവ് ഫിഗർ കിട്ടാട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല, അത് കിട്ടി വിചാരിച്ച പ്രശ്നമൊന്നുമില്ല, അങ്ങനെ വരാറുണ്ട്. 225 വർഷം നമുക്ക് വീണ്ടും 6 എന്ന് കിട്ടും. 6 അതിന്റെ റൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, നേരത്തെ കിട്ടിയ തന്നെയാണ്. 2 പോയിന്റ് എത്രയായിരുന്നു എന്ന് പറഞ്ഞാണേ? 2.4. ഇനി വീണ്ടും ചോദിക്കാണ്, ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആയോ എന്ന് പറയാവോ? അപ്പോ ഇതോടുകൂടി നമ്മൾ ഇക്വേഷൻ കഴിഞ്ഞ്, എത്ര ഉള്ളൂ, നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞ്, നമ്മൾ ആൻസർ ഫുള്ളായി. അപ്പൊ നമ്മൾ 2 ഭാഗം കഴിഞ്ഞ്. ഇനി ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഞാൻ പറയാണേ. അപ്പോ നിങ്ങൾ വലിയ ഇക്വേഷൻ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നത് ഒന്നുമില്ല കേട്ടോ, അതാണ് അത് മുറിച്ച് ചെയ്തത്. അപ്പൊ നമ്മൾ ഇനി അത് എഴുതാൻ പോവാണേ, ആൻസർ ചെയ്യാൻ പോവാണേ. നമുക്കറിയാം മുകളിലത്തെ നമുക്ക് 6 എന്ന് കിട്ടി, ഞാൻ ഇക്വേഷൻ എഴുതുന്നില്ല, 6 എന്ന് കിട്ടി. താഴത്തത് രണ്ടും 2.4 ആണ് അല്ലെ. അപ്പൊ 2.4 ഇൻറ്റു ആണ് കേട്ടോ വരിക, ഇൻറ്റു ആണ് വരിക. 2.4 ഇൻറ്റു 2.4 അല്ലെ, ബ്രാക്കറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2.4 ഇൻറ്റു 2.4. അപ്പൊ 6 ഹരിക്കണം 2.4 ഇൻറ്റു 2.4 എന്ന് ചെയ്ത് നോക്കിയേ. 5.76. യെസ്, നമുക്ക് 5.7 എന്ന് കിട്ടും. 5.76 എന്ന് കിട്ടും. അപ്പൊ ഇനി അത് ഡിവൈഡ് ചെയ്യാം. 6 ഹരിക്കണം 5.76 എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര വാല്യൂ കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും അല്ലെ. 1.0 എന്ന് വരാം. അപ്പൊ 1 എന്ന് കൊടുക്കാം.
അല്ലേ? യെസ് സർ. യെസ്, ഓക്കെ. ഇത്രേ ഉള്ളൂ, ആൻസർ കിട്ടി. 1 ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഒരാൾ ചോദിച്ചത് നമ്മൾ കിട്ടിയ ഉത്തരം തെറ്റാണോ ശരിയാണോ? ഇതിന്റെ ആൻസർ -1ന്റെയും ഇടയിലായിരിക്കും കോറിലേഷന്റെ ആൻസർ കേട്ടോ. -1ന്റെയും 1ന്റെ ഇടയിൽ. ഒരാൾക്ക് 2 എന്ന് കിട്ടിയാൽ ചെയ്ത് തെറ്റാന്ന് അർത്ഥം. 1ന്റെ മുകൾക്ക് ഇതിന്റെ ആൻസർ കിട്ടൂല. ഞാൻ ചോദിക്കട്ടെ, അപ്പോ ആൻസർ കിട്ടി 1 കിട്ടി. ഇതാണ് ആൻസർ. ഈ ക്വസ്റ്റിന്റെ ആൻസർ 1 ആണ്. അല്ല, നമ്മളിപ്പോ ഇത് കോറിലേഷൻ കാണാൻ പോകല്ലേ, പിന്നെ ഇപ്പൊ ഈ 1 കിട്ടിയോണ്ട് ഇപ്പൊ എന്താ കാര്യം? അത് നോക്കിക്കോളി. അത് ഞാനൊരു സ്കെയിൽ വെച്ച് പറഞ്ഞു തരാണ്. അത് നിങ്ങൾ ലാസ്റ്റ് എഴുതണം. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ക്ലോസ് ചെയ്യരുത്. ഒരു കാര്യങ്ങൾ എഴുതണം. കറക്റ്റ് ശ്രദ്ധിക്കുക. ഒരു സ്കെയിൽ ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്നുണ്ടാവും. യെസ്, ഓക്കെ. ഈ സ്കെയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ ആൻസർ 0 ആണെങ്കിൽ അതിനർത്ഥം നോ കോറിലേഷൻ. കിട്ടിയ ആൻസർ 0 ആണെങ്കിൽ നോ കോറിലേഷൻ. 1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പെർഫെക്റ്റ് എന്ന് കിട്ടുന്നില്ലെങ്കിൽ ഹൈ എന്ന് പറയാം. ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ നമ്മൾ ചെയ്ത ആൻസർ 1 കിട്ടിയത്. അപ്പൊ നമ്മൾ പറയാം അതിന്റെ താഴെ ദർ ഇസ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സും വൈന്റെ ഇടയിൽ നല്ല പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ 0.5 ആണെങ്കിൽ അവിടെ പറയാം മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഹൈ അല്ല, എന്നാൽ ലോയും അല്ല, മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പൊ ഇതിന്റെ ഇപ്പൊ 0.6 കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ 0.7 കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ 0.9 കിട്ടുകയാണെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് പറയും? ഈ കാര്യം കേട്ടോ, ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഹൈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. 0.5 താഴെ വരികയാണെങ്കിൽ, 0.5 താഴെ, ഇപ്പോ സപ്പോസ് 0.2 അല്ലെങ്കിൽ 0.1, 0.4 അതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പറയും ലോ പോസിറ്റീവ്. ലോ പോസിറ്റീവ് കോറിലേഷൻ. ലോ പോസിറ്റീവ് കോറിലേഷൻ. ഒന്നും കൂടെ പറയുകയാണെ, 0.5 മുകളിൽ കിട്ടുകയാണെങ്കിൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ. 0.5 താഴെ കിട്ടുകയാണെങ്കിൽ ലോ പോസിറ്റീവ് കോറിലേഷൻ. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. 0.5 മുകളിൽ കിട്ടുകയാണെങ്കിൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ, 0.5 താഴെ വരികയാണെങ്കിൽ ലോ പോസിറ്റീവ് കോറിലേഷൻ. 0 കിട്ടുകയാണെങ്കിൽ നോ കോറിലേഷൻ. നോ കോറിലേഷൻ. ഇനി അതേപോലെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ് വാല്യൂ കിട്ടും നമുക്ക്. അവിടെയും -0.5 മുകളിലാണെങ്കിൽ ഹൈ നെഗറ്റീവ് കോറിലേഷൻ. മൈനസ് ആട്ടോ. -0.5 മുകളിൽ കിട്ടുകയാണെങ്കിൽ ഹൈ നെഗറ്റീവ് കോറിലേഷൻ. -0.5 താഴെ കിട്ടുകയാണെങ്കിൽ ലോ നെഗറ്റീവ് കോറിലേഷൻ. ലോ നെഗറ്റീവ് കോറിലേഷൻ. ലോ നെഗറ്റീവ് കോറിലേഷൻ. -0.5 ആണെങ്കിൽ മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇങ്ങനെ ഇതിന്റെ ഒരു ജഡ്ജ്മെന്റും കൂടെ നിങ്ങൾ എഴുതി വെക്കണം. അത് എഴുതിയില്ലെങ്കിൽ നിങ്ങളെ മാർക്ക് കുറയൊന്നുമില്ല, പക്ഷെ അത് എഴുതലാണ് ഭംഗി. നിങ്ങളെ മാർക്ക് ഇപ്പൊ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 10 മാർക്കും കിട്ടും. ഇതിപ്പോ നിങ്ങൾ എഴുതില്ലാന്ന് വെച്ചു മാർക്ക് കുറയൊന്നുമില്ല, എല്ലാവരും ആൻസർ കിട്ടിയെന്നേ നോക്കുള്ളൂ. പക്ഷെ അത് എഴുതലാണ് അതിന്റെ ഒരു ഭംഗി. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് +1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും, താഴെ എഴുതും ദർ ഈസ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, എന്താ ഈ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാല്? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഡയറക്ഷനിലാവും രണ്ട് വേരിയബിളും മൂവ് ചെയ്യാം. മറ്റേത് കൂടും അല്ലേ? യെസ്. നിങ്ങൾ ഇവിടെ നോക്കിയേ, വെറുതെ നോക്കിയേ. എക്സ് 1, 2, 3 കൂടാണ് അല്ലെ? എക്സ് 1, 2, 3 കൂടാണ്. വൈ എന്താണ്? 4, 5, 6 കൂടന്നല്ലേ? അല്ലേ? 4, 5, 6. അപ്പൊ നോക്കിയേ, ഇവിടെ എക്സും കൂടാണ്, വൈയും കൂടാണ്. അതുകൊണ്ട് നമുക്കറിയാം പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് അതാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ ജഡ്ജ് ചെയ്തത് കണ്ടോ, 1 കിട്ടി, നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എഴുതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഉത്തരം അയക്കൂല കേട്ടോ, ക്വസ്റ്റ്യൻ മാത്രം ഇന്ന് ഗ്രൂപ്പ് അയച്ചു തരും. ഇത് നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യണം. ദയവ് ചെയ്ത് ഇതൊന്നും നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യണേ. ഇപ്പോൾ തന്നെ ചെയ്യണം. ഇതൊക്കെ പ്രൈസ്, ഇതിങ്ങനെ കുറെ കഥ പറയുന്നുണ്ട്. ആ കഥ ഒന്നും നിങ്ങൾ നോക്കണ്ട, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഈ 2 സാധനം നോക്കിയാൽ മതി, പ്രൈസും ഡിമാൻഡും. അതിന് നമ്മൾ എക്സ് എന്നും കൊടുക്കണം, വൈ എന്നും കൊടുക്കണം. എക്സ് 7, 8, 9, 6, 5, വൈ 8, 6, 7, 9, 10. ഇത് വെച്ചിട്ട് അപ്പൊ എക്സ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, വൈയും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, XY ക്രിയേറ്റ് ചെയ്യണം.
എക്സ് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യണം, വൈ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ദയവ് ചെയ്ത് നിർബന്ധമായിട്ട് എല്ലാവരും ഈ ചോദ്യം ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി മാറ്റി വെക്കല്ലേ, ഫുഡൊക്കെ പിന്നെ കഴിക്കാം. പറഞ്ഞോളൂ. ഡൗട്ട് ചോദിച്ചോട്ടെ? ഓ ഷുവർ. ഈ എക്സ് എഴുതുമ്പോൾ ഇത് കറക്റ്റ് ഏതാണ്? 5, 6, 7, 8, 9 ഏതാണോ, അല്ലെങ്കിൽ ഇതിൽ തന്ന പോലെ 7, 8, 9, 6, 5 അങ്ങനെ എഴുതിയാൽ മതിയോ? ഒരിക്കലും നമ്മൾ മാറ്റി എഴുതരുത്. ക്വസ്റ്റ്യൻ എന്താണോ തരുന്നത് അതാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നത് ഇതാ 7, 8, 9, 6, 5 ഇത് തന്നെയാണ് എക്സ്. പിന്നെ അതിന്റെ 7ന്റെ നേരെ തന്നെ 8 എഴുതണം, 8ന്റെ നേരെ 6 എഴുതണം, 9ന്റെ നേരെ 7 എഴുതണം. അത് കറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ തന്നത് അതന്നെ എഴുതണം കേട്ടോ, അതിൽ മാറ്റം വരുത്തരുതേ. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ ചെയ്തു നോക്കുക. ഞാനൊരു 10 മണിക്ക് ശേഷം ഇതിന് ആൻസർ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം കേട്ടോ. 10 മണിക്ക് ശേഷം അപ്പോഴേക്ക് നിങ്ങൾ അത് എഴുതി ഫിനിഷ് ചെയ്തിട്ട് വെക്കണം. ആൻസർ കിട്ടിയ ആളുകൾ ഗ്രൂപ്പിൽ ഇടണ്ട, എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്ന് അയച്ചു തരാം കേട്ടോ. ആൻസർ നിങ്ങൾ 2 ആൻസർ, ഇപ്പോൾ 0.5 കിട്ടിയെങ്കിൽ അവിടെ, അല്ലെങ്കിൽ 0.6 കിട്ടിയെങ്കിൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ അതും കൂടെ എഴുതണം. ആൻസറും വേണം, അതിന്റെ ജഡ്ജ്മെന്റും കൂടെ എഴുതണം കേട്ടോ. അത് എഴുതിയിട്ട് നിങ്ങൾക്ക് 10 മണിക്ക് മുമ്പായിട്ട് അയച്ചു തരിക. 10 മണിക്ക് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇതിന്റെ ആൻസർ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലാസ് 9:15 വരെ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇടയ്ക്ക് പ്രോബ്ലം ആകുമ്പോൾ നിന്ന് ഒരു ലെവൽ എത്തിയില്ലെങ്കിലേ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ കോറിലേഷൻ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 2 പ്രോബ്ലം കൂടെ തരും, എക്സ്ട്രാ 2 പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്യണേ. ഞാൻ വീണ്ടും പറയാണ്, പ്രോബ്ലം ആയതുകൊണ്ട് കേട്ട് പോയിട്ട് ഒരു കാര്യമല്ല, കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അതായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കോറിലേഷൻ ഇന്നത്തോടു കൂടെ നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ചെയ്യുക. ഇനി അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, sir.